ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ 33-ാം സങ്കീർത്തനം 11 മുതൽ 15 വരെയുള്ള വേദവാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. 33-ാം സങ്കീർത്തനം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജനതയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതാകുന്നു. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു. അവൻ തൻ്റെ വാസസ്ഥലത്ത് നിന്ന് സർവ്വഭൂവാസികളെയും നോക്കുന്നു. അവൻ അവരുടെ ഹൃദയങ്ങൾ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു, അവരുടെ പ്രവൃത്തികളൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. യഹോവയുടെ മഹനീയതയും മഹത്വത്തെയും കുറിച്ചുള്ള സങ്കീർത്തനക്കാരൻ്റെ വർണ്ണനകൾ പുതിയൊരു തലത്തിലേക്ക് എത്തുകയാണ്. യഹോവയുടെ ആലോചന ശാശ്വതമായും ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നുവെന്ന് പറയുന്നത് അതിന് തൊട്ടു മുമ്പിലത്തെ വാക്യത്തിൻ്റെ തുടർച്ചയാണ്. ജനതകളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു, ജനങ്ങളുടെ നിരൂപണങ്ങൾ നിഷ്ഫലമാക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു ആഹ്വാനമാണ്. അല്ലയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ നിന്ന് മാറി നമ്മളുടെ രക്ഷയ്ക്കു വേണ്ടി നന്മയ്ക്കു വേണ്ടി നമ്മൾ എടുക്കുന്ന ആലോചനകൾ വ്യർത്ഥമായും നാശമായും പോകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വശംവദരാകണം, ദൈവത്തോട് ചേരണമെന്നുള്ളതിൻ്റെ ഒരു കാരണം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. കാരണം നമ്മുടെ ആലോചന അല്പകാലത്തേക്കുള്ളതും ഒരുപക്ഷെ നമുക്ക് നന്മയേക്കാൾ ദോഷം നൽകുന്നതുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആലോചനയോട് നമ്മുടെ ആലോചനയെ ചേർക്കുമ്പോൾ അത് ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നുവെന്നാണ് പറയുന്നത്. ജനതകളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു, ജനങ്ങളുടെ നിരൂപണങ്ങൾ നിഷ്ഫലമാക്കുന്നു എന്ന് പറഞ്ഞ അതേ സങ്കീർത്തനക്കാരനാണ് പറയുന്നത് യഹോവയുടെ ആലോചന ശാശ്വതമായി നിൽക്കുന്നതാണ്. ജനങ്ങളുടെ നിരൂപണങ്ങൾ ദൈവം നിഷ്ഫലമാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് പാരലായിട്ട് പറയുകയാണ്, എന്നാൽ യഹോവയുടെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നതാണ്. അപ്പം ശാശ്വതമായും തലമുറ തലമുറയായും അനാദിയായും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയും വിചാരങ്ങളും അത് വലിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അല്പമായി നിലനിൽക്കുന്ന, സ്വാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന, അറ്റവും മൂലയുമില്ലാത്ത, നന്മയേക്കാൾ തിന്മയിലേക്ക് നയിക്കുന്ന ആലോചനകളിലൂടെ സൃഷ്ടി പോകണമോ? അല്ല, അതിനുപരിയായി നിത്യമായി നിൽക്കുന്ന ആലോചനയാണോ നമുക്ക് വേണ്ടത്? നമ്മളൊരു ബിൽഡിങ് പണിയുമ്പോൾ അതിനൊരു ലൈഫ് സ്പാനുണ്ട്, ഓരോന്നിനും ഒരു ലൈഫ് സ്പാനുണ്ട്. ഇത്ര നാളത്തെ കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ലോക പ്രതിഭാസങ്ങൾ, ഹാലിയുടെ വാൽനക്ഷത്രം 76 വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. അതിന് പോലും ഒരു പീരീഡുണ്ട്, പ്രത്യക്ഷപ്പെടലിന് പോലും. പ്രത്യേകിച്ച് മൂന്നാറിലും മറ്റും വിരിയുന്ന നീലക്കുറിഞ്ഞി, അതിന് പോലും വിരിയാനൊരു പീരീഡുണ്ട്. 12 വർഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ന് അതിനൊക്കെ മുൻപ് വിരിഞ്ഞു വരുന്നതായി കാണുന്നുണ്ടെങ്കിലും അവരുടെ ഒരു പ്രതീക്ഷയുണ്ട്. ഇത്ര കാലത്തിനുള്ളിലേ വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ചില ഉത്സവങ്ങൾ നടത്താൻ, പഴയ കാലത്ത് മാമാങ്കം നടത്താൻ 12 വർഷം ഒരു കാത്തിരിപ്പ്. ചില പെരുന്നാളുകളും മറ്റു ചില ഉത്സവങ്ങളും വർഷത്തിൽ ഒരിക്കൽ നടത്തപ്പെടുന്നതുണ്ട്. അപ്പം അതിനുവേണ്ടി ഒരു കാത്തിരിപ്പുണ്ട് എല്ലാവർക്കും. എന്നാൽ ഇവിടെ ഓർത്തുകൊള്ളണം പ്രിയമുള്ളവരെ, വർഷത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ വരുന്ന ചില ഉത്സവങ്ങളോ പെരുന്നാളുകളോ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പുകളോ പോലെയല്ല, തലമുറ തലമുറയായി തലമുറകൾക്കപ്പുറമായി നിലനിൽക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. യഹോവയുടെ ഹൃദയവിചാരങ്ങൾ അത് തലമുറയായി അനാദിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഓർത്തോണം, തലമുറകൾക്കപ്പുറമായി നിലനിൽക്കുന്നു. എന്തുകൊണ്ടായി തലമുറ തലമുറയായി നിൽക്കുന്നത്? ദൈവമേ, നിൻ്റെ കൃപ തലമുറ തലമുറയായി ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, മനുഷ്യൻ്റെ ചിന്താധാരകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഫാഷൻസ് ഔട്ട്ഡേറ്റഡ് ആകും. വസ്ത്രങ്ങളുടെ ഫാഷൻ, ആഭരണങ്ങളുടെ ഫാഷൻ,
ഭക്ഷണ രീതികൾ, എല്ലാം ആലോചനകൾ, ഇതെല്ലാം വ്യർത്ഥമാണ്. ഈവൻ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിൻ്റെ ഫാഷൻ പോലും ഔട്ട്ഡേറ്റഡായി മാറുകയാണ്. അതുകൊണ്ട് ഓരോ വർഷം കഴിയുന്തോറും അല്ലെങ്കിൽ ഇത്ര വർഷം കഴിയുന്തോറും അതിൽ ചില മിനുക്കുപണികൾ നടത്തുകയാണ്. അല്ലെങ്കിൽ പുതുമ നഷ്ടപ്പെടും. ചിലപ്പോൾ ഒരു വലിയ 2 നില കെട്ടിടം 3 നില കെട്ടിടമുണ്ട്, 3500 4500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വലിയ വീടാണ്, കോടികൾ മുടക്കി പണിഞ്ഞു വെച്ചേക്കുക. പിന്നീടായിരിക്കും തൊട്ടപ്പുറത്ത് കേവലം 1500 2000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട് വരുന്നത്. അത് മറ്റേതിനേക്കാൾ വളരെ ചെറുതാണെങ്കിലും അതൊന്നുകൂടി ഫാഷനബിൾ ആയിരിക്കും. നമ്മളുടെ വാഹനങ്ങൾ, അതിനുപോലും ഫാഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും വ്യത്യസ്തങ്ങളായ മോഡൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വാഹന നിർമ്മാതാക്കൾ എപ്പോഴും പറയുന്നത് ഓരോ മോഡൽ 2024 മോഡൽ, 25 മോഡൽ, 2025 കഴിഞ്ഞാൽ 24 മോഡൽ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു. ഈവൻ മുടി ചീകുന്ന കാര്യത്തിൽ പോലും. അപ്പോൾ ഏതാനും വർഷങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊന്ന് ധരിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ചിന്താധാരയിൽ മാറ്റം വരും. എന്നാൽ തലമുറയോളം, ഇനി എത്ര തലമുറയായിക്കൊള്ളട്ടെ, എത്ര നൂറ്റാണ്ടുകളായിക്കൊള്ളട്ടെ, അത് പിന്നെയും ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ ദൈവം ഒരു ആലോചന നടത്തിയാൽ, ദൈവം ഒരു ബ്ലൂ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ അത് പെട്ടെന്നൊന്നും മാറുന്നതല്ല. അതിനൊരു കാലങ്ങളെ അതിജീവിക്കുന്ന, മനുഷ്യ മനസ്സുകളെ പോലും സ്പർശിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. നമ്മൾ ഓർത്തോണം, ഒരു പ്രസംഗം നമ്മൾ പ്രസംഗിക്കുക, ഒരു പാട്ട് പാടുക, നമ്മുടെ പൂർവികന്മാർക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ചില ഈണങ്ങളും താളങ്ങളുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ 2Ks അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മൾ പറയും, ഇപ്പോഴത്തെ കണ്ണാപ്പികളാണ്, 2K കണ്ണാപ്പികളാണെന്ന് പറഞ്ഞ് നമ്മൾ പിന്തള്ളും. എന്നാൽ അതിനപ്പുറമായിട്ട് ചില തലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓർത്തോണം, ഈ 2K കണ്ണാപ്പികൾക്കാണെങ്കിലും 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരിക്കുന്നവർക്കാണെങ്കിലും ഇനിയും 1000 വർഷങ്ങൾക്ക് ശേഷം ജനിക്കുന്നവരാണെങ്കിലും ഒക്കെ വ്യത്യസ്തതകളുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ആലോചിച്ചോണം, പണ്ട് സഹസ്രാബ്ദങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ വെച്ചുകൊണ്ടാണ് ഓരോന്നിനെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ദശാബ്ദങ്ങൾ കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. 2000 ജനിച്ചവർ, 2010 ജനിച്ചവർ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആൽഫ ചിൽഡ്രൻ, ബീറ്റ ചിൽഡ്രൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലയോ. 2000 ജനിച്ചു, 2010 ജനിച്ചു, ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് 2020കളിൽ ജനിച്ച തലമുറയുടെ മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ തലമുറയോളം അവൻ്റെ നിരൂപണങ്ങൾ നിൽക്കുന്നു, ഹൃദയവിചാരങ്ങൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരെയും സ്പർശിക്കുന്നതാണ്. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഓർത്തോണം, നമ്മളുടെ വാക്കുകൾ ചിലരെ സ്പർശിക്കുന്നില്ല, നമ്മളുടെ ആലോചന ചിലർക്ക് മനസ്സിലാകുന്നില്ല, നമ്മളുടെ ശ്രുതികളും താളങ്ങളും ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമ്മളുടെ സ്നേഹം ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ ഓർത്തോണം, നമ്മളുടെയൊക്കെ കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴുമ്പം തൊട്ട് 5-6 മാസങ്ങൾ കഴിയുമ്പം തൊട്ട് നമ്മൾ ഓരോന്നോരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും, നമ്മളെയൊന്നും ചെറുപ്രായത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ ആൾക്കാരില്ലായിരുന്നു. എന്നാൽ അവർക്ക് പങ്കുവയ്ക്കുവാൻ പറ്റിയ ചില അനുഭവങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇനിയും 2025 ജനിക്കുന്നവരെ തൊട്ടാണെങ്കിലും, ഇനിയും ജനിക്കാനുള്ള തലമുറയിൽ പെട്ടവരെ ആണെങ്കിലും, തലമുറയായിട്ടുള്ള ദൈവത്തിൻ്റെ കരുണ, അതിന് മാറ്റമില്ല പ്രിയമുള്ളവരെ. അതിനൊരിക്കലും ഒരു മാറ്റമോ ഒരു വ്യത്യസ്തതയോ വരത്തില്ല. ദൈവസ്നേഹമെന്ന് പറയുന്നത്, ദൈവ കരുതലെന്ന് പറയുന്നത്, ദൈവം എന്ന സനാതന ഭാവം എന്ന് പറയുന്നത് ഇനിയുള്ളവർക്കും ഒന്ന് തന്നെ. ഇപ്പോൾ ഈ സങ്കീർത്തനം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ്, എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ദാവീദിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ മോശയുടെ കാലഘട്ടത്തിൽ പാടിയ പാട്ടുകൾ ഉൾപ്പെടെ, പ്രാർത്ഥനകൾ ഉൾപ്പെടെ ഇന്നും നമ്മളത് പാടിക്കൊണ്ടിരിക്കുക. എങ്ങനെ അത് പാടാൻ പറ്റുന്നത്? പഴയതെന്ന് പറഞ്ഞ് ആരും എന്താ മാറ്റിവെക്കാത്തത്? പ്രാർത്ഥനകൾ ഇച്ചിരൂടെ പുതുക്കം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ചിലതൊക്കെ ചെറിയ മൈന്യൂട്ട് വേരിയേഷൻസൊക്കെ വരുത്തും, ഭാഷയിലോ വല്ലതും. എങ്കിലും സ്ട്രക്ചർ അങ്ങനെയാണ്, അതങ്ങനെ തന്നെ നിലനിന്ന് പോകുകയാണ് തലമുറകളായി. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, നീതിയിൽ ജീവിച്ച നമ്മളുടെ പൂർവ്വപിതാക്കന്മാരായ വിശുദ്ധന്മാർക്ക് ലഭ്യമായ അതേ അനുഭവം അവരുടെ 10ഓ 20ഓ തലമുറയിൽപ്പെട്ടവർക്കും കിട്ടും. മോശയോട് ദൈവം കാണിച്ച കരുണ, അഹ്റോനോട് ദൈവം കാണിച്ച കരുണ, അപ്പോസ്തോലന്മാരോട് ദൈവം കാണിച്ച കരുണ, രക്തസാക്ഷികളോട് ദൈവം കാണിച്ച കരുണ ഈ സഹസ്രാബ്ദത്തിൽ, ഈ ദിനത്തിൽ ജീവിക്കുന്നവർക്കും ഉണ്ടാകും. അതിനൊരു മാറ്റമില്ല. അപ്പോൾ എല്ലാ തലമുറകളിലും ദൈവത്തിന് സ്പർശിക്കാൻ സാധിക്കുമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് പലരുടെയും മനസ്സുകളെ സ്പർശിക്കണം.
പലരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലണം. ഇന്ന് ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എല്ലാം കൂടി നിങ്ങൾ ഓർക്കണം. ഇന്ന് വീട്ടിൽ നിങ്ങളിരിക്കുക, മാതാപിതാക്കളുണ്ട്, അപ്പച്ചനും അമ്മച്ചിയുണ്ട്. അപ്പച്ചനും അമ്മച്ചിയൊക്കെ പറയോ എന്തോ ചെയ്യാനാ ഇപ്പോഴത്തെ തലമുറ, ദൈവത്തെ വിളിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, എന്താ കഴിക്കുന്നതെന്നറിയത്തില്ല, എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അയ്യോ ഞങ്ങൾ പണ്ട് അങ്ങനൊന്നും അല്ലായിരുന്നു, അയ്യോ ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മുമ്പാകെ ഞങ്ങൾ എഴുന്നേൽക്കുമായിരുന്നു, അവർ പറയുന്നതിനെതിര് പറയത്തില്ലായിരുന്നു, തരുന്നത് കഴിക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ വളർന്നു വരുന്ന കാലം വ്യത്യസ്തമാണ്, ചുറ്റുവട്ടം വ്യത്യസ്തമാണ്. ഒറ്റ കാര്യം ഓർത്താൽ മതി, ഞങ്ങളുടെ തലമുറയോട് കാണിച്ച കരുണ ദൈവം ഈ തലമുറയോടും കാണിക്കണം. ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ വന്നു, അതുപോലെ ഈ തലമുറ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലാണ്. നമ്മൾ ഓർക്കും, ഞങ്ങൾ കിലോമീറ്ററുകൾ നടന്നു, ശരിയാ, ഉടുതുണിക്ക് മറുതുണിയില്ലായിരുന്നു, അതും സത്യമാണ്. ഒരു ലാൻഡ് ഫോൺ പോലും ഇല്ലായിരുന്നു, ഇലക്ട്രിസിറ്റി പോലും ഇല്ലായിരുന്നു, അതും സത്യമാണ്. ദൂരെ യാത്രകൾ വളരെ കുറവായിരുന്നു, അത് 100% സത്യമാണ്. ഇത്രയും നല്ല രുചികരമായ ഭക്ഷണമൊന്നും കഴിക്കാനില്ലായിരുന്നു, അത് 1000% സത്യമാണ്. അതിനൊന്നും മാറ്റങ്ങളില്ല, 1000 ഇരട്ടി ശക്തമാണ്, അതെല്ലാം സത്യമാണ്. പക്ഷേ എങ്കിലും ഓർത്തോണം, അന്നത്തെ കാലത്ത് ആ രീതിയിൽ ദൈവത്തിൻ്റെ കരുണ ആ തലമുറയോടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറയോട് ആ രീതിയിലുണ്ട്. യുവാക്കളും കുഞ്ഞുങ്ങളും കൗമാരക്കാരും ഒക്കെ ചിന്തിച്ചോളണം, ആരോഗ്യത്തിൽ ഓടി നടക്കുന്നവരും ചിന്തിച്ചോണം. നിങ്ങളുടെ തലമുറയിലും ദൈവത്തിൻ്റെ കരുണയുണ്ട്. പൂർവികർക്ക്, പ്രായമുള്ളവർക്ക് ചില കാര്യങ്ങൾ അറിയത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ നിന്ദിക്കണ്ട. അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഷിക്കണ്ട. എന്തുവാണേലും നിങ്ങളെക്കാൾ കൂടുതൽ ആരോഗ്യം അവർക്കുണ്ടായിരുന്നു. ഇന്ന് നമുക്കൊരു 10 കിലോ എടുക്കുമ്പോഴത്തേക്ക് നടുവേദനയാണ്. അവർ 50 കിലോ ഒക്കെ എടുത്തുകൊണ്ട് നടന്നവരെ. നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങളൊന്നും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടാത്തവരായിരുന്നു അവരൊക്കെ, പ്രായമുള്ളവരൊക്കെ. അതുകൊണ്ട് അവരോടും ദൈവത്തിൻ്റെ കരുണ മറ്റൊരു രീതിയിലുണ്ടായിരുന്നു. ആ തലമുറയോട് കരുണ കാണിച്ച ദൈവം ഈ തലമുറയോട് ഇന്നിൻ്റെ രീതിയിൽ കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ തലമുറയിലും ദൈവത്തിൻ്റെ കരുണ കാണിക്കണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, പ്രിയമുള്ളവരെ, ഇപ്പോൾ കിട്ടുന്ന ചില രോഗസൗഖ്യത്തിനോ ഇപ്പോഴത്തെ ജോലി കാര്യങ്ങൾക്കോ വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. പൂർവ്വതലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കണം, പൂർവികരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇനി ജനിക്കാനുള്ള ഒരു വലിയ തലമുറയുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ആ പഴയ കാലത്ത് നമ്മളുടെ പാരമ്പര്യത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അതിനുപോലും ചില പ്രമാണങ്ങളുണ്ടായിരുന്നു. ഞാനിതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ 4 ഭാഗത്തേക്ക് ഭക്ഷണം നിവേദിക്കുമായിരുന്നു. പാത്രത്തിൽ നിന്ന് ആഹാരം എടുത്ത് 4 ഭാഗത്തേക്ക്, വേദകാലം തൊട്ടുള്ള രീതിയാണ്. അതിനൊരു അർത്ഥം അവർ കൊടുത്തിരുന്നു. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് ഒരല്പം ഉരുന്നുള്ളു ഭക്ഷണം വിടും, ഈ ഭക്ഷണം തന്ന സർവശക്തനായ ദൈവത്തോടുള്ള നന്ദി. പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിയും, ഒരല്പം വിടും, തങ്ങൾക്ക് ജന്മം തന്ന് കഷ്ടപ്പെട്ട് വളർത്തിയ പൂർവികരോടുള്ള നന്മ. ഇനിയും ഇടതുഭാഗത്തേക്ക് തിരിയും, പട്ടിണിപ്പാവങ്ങളോട്, ആഹാരം കഴിക്കാനില്ലാത്തവരോട്, അവരെയൊക്കെ ഓർത്ത് ഒരു താതാത്മ്യപ്പെടൽ, ഒരു ചെറിയ സമർപ്പണം. വീണ്ടും വലതുഭാഗത്തേക്ക് തിരിയും, ഇനി ജനിക്കാൻ പോകുന്ന തലമുറയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഇനിയും ഒരു തലമുറ ജനിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നതും കുടിക്കുന്നതുമൊക്കെ നിയന്ത്രിച്ചും ആലോചിച്ചും വേണം. ഭോഗാത്മാവായിട്ടല്ല, യോഗാത്മാവായി ഞാൻ ഭക്ഷിക്കുന്നു, ഞാൻ ഉപയോഗിക്കുന്നു, ഒന്നും പാഴാക്കി കളയത്തില്ല. ഈ ഒരു ചിന്ത, ഇതൊക്കെ നമ്മളുടെ തലമുറയെ നമ്മൾ പഠിപ്പിച്ച് ആ ഒരു സ്ട്രക്ചറിലേക്ക് അവരെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറയായി നിൽക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ തലമുറയെക്കുറിച്ച് ഓർത്ത് ഇനിയും കൂടുതൽ ഭാരപ്പെടേണ്ട. അയ്യോ നാളെ എന്തായിത്തീരും, എൻ്റെ കൊച്ചിൻ്റെ ജോലി പോകുമോ, അവനിതുവരെ പിള്ളേരായിട്ടില്ലല്ലോ, അവനിതുവരെ ഒരു വീട് വെച്ചിട്ടില്ലല്ലോ, ഇനി എന്നാണെന്ന് നല്ല ശമ്പളം കിട്ടുന്ന ഒരു പദവിയിലെത്തുന്നത്, അവൻ്റെ കൂട്ടുകാരൊക്കെ കല്യാണം കഴിക്കപ്പെട്ടു പോയല്ലോ. അതേ പ്രിയമുള്ളവരെ, നിസ്സഹായരായിട്ട് നമ്മളൊക്കെ മാറ്റപ്പെടും. നിങ്ങളുടെ നിസ്സഹായാവസ്ഥയുടെ ആഴം എനിക്കും കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ചികിത്സിച്ച് മുടിഞ്ഞു പോയവരുണ്ട്, കടം കൊടുത്ത് മുടിഞ്ഞു പോയവരുണ്ട്, കിട്ടാനില്ലാത്തവരുണ്ട്, ബിസിനസ് നടത്തി നശിച്ചവരുണ്ട്. എങ്കിലും തലമുറയോട് ദൈവത്തിൻ്റെ ഹൃദയവിചാരങ്ങളുണ്ടെന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുള്ള നിങ്ങളുടെ പിതാക്കന്മാരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇവരെയൊക്കെ നിങ്ങൾ ഓർക്കണം, പ്രാർത്ഥനയിൽ ഓർക്കണം. മരിച്ചു കഴിഞ്ഞതോടുകൂടി ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തലമുറയോളം ദൈവത്തിൻ്റെ ഹൃദയവിചാരങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പൂർവികരെ ഓർക്കുന്നത് മറ്റ് അത്ഭുതത്തിന് വേണ്ടിയൊന്നുമല്ല,
മറിച്ച് എൻ്റെ പൂർവിക പിതാവിന് ആ പ്രതിസന്ധിയിൽ ദൈവം കൊടുത്ത ഒരു കരുതലും സ്നേഹവുമുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു പഠനമാകട്ടോ, എങ്ങനെ എൻ്റെ അപ്പച്ചൻ ഈ പ്രയാസങ്ങളെ ചലിച്ചത്, അതിജീവിച്ചത്. അദ്ദേഹത്തിന് എനിക്കിപ്പോൾ 2 പിള്ളേരേ ഉള്ളല്ലോ, ഈ 2 പിള്ളേരെയും കൊണ്ട് ഞാൻ ഭാരപ്പെടുക. എന്നാൽ 10 പിള്ളേരെ വളർത്തിയ എൻ്റെ അപ്പനും അമ്മയുണ്ട്. അവരെങ്ങനെ വളർത്തി? ഇന്ന് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 3 മുറികളെങ്കിലും ഉള്ളൊരു വീടുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു വാർത്ത കെട്ടിടമെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ കയറിക്കിടക്കാനൊരു വീടുണ്ട്, റോഡ് മേഞ്ഞ വീടെങ്കിലുമുണ്ട്. എന്നാൽ ഓലയിട്ട വീട്ടിൽ 10 പിള്ളേരെയും വല്യപ്പനെയും വല്യമ്മയും അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും എല്ലാം കൂടെ ചേർത്ത് 2 മുറി പോലും ഇല്ലാത്തടത്ത് എങ്ങനെ കിടന്നു? അവരെങ്ങനെ അട്ടിയിട്ട് കിടന്നു? ഇത് യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, ഈ പൂർവികരെയൊക്കെ നമ്മൾ അനുസ്മരിക്കുക എന്ന് പറയുന്നത് അവർക്ക് നാളെ ഏതാണ്ട് കിരീടം കിട്ടുക എന്നുള്ള അർത്ഥത്തിലല്ലേ. ചിലരൊക്കെ പഠിപ്പിക്കുന്നത് ഇതൊന്നും വേണ്ട, എല്ലാം പോയി, എവിടെയെങ്കിലും കൊണ്ടും കുഴിച്ചിട്ടേര്, കല്ലറയും വേണ്ട, സ്ഥലവും വേണ്ട, തിരിഞ്ഞു നോക്കാനും പോകണ്ട എന്നൊക്കെയാണ് പലരും പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നിങ്ങളൂടി മനസ്സിലാക്കണം. ഹൃദയംഗമായിട്ട് ഞാൻ ദൈവവാക്യം വെച്ചുകൊണ്ട് പറയട്ടെ, തലമുറയായ ദൈവത്തിൻ്റെ ഹൃദയവിചാരങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്ന എന്നെക്കുറിച്ച് മാത്രമല്ല, അനേകം തലമുറയ്ക്ക് മുൻപ് ജീവിച്ചു മരിച്ചു പോയവരെക്കുറിച്ചും ദൈവത്തിന് കരുണയുണ്ട്, ഹൃദയവിചാരമുണ്ട്. അവരെ വെറുതെ നമ്മൾ ഉറങ്ങിക്കിടത്തണ്ട. ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ഇരിക്കുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അവരുറങ്ങുമല്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകുമെന്ന് പറഞ്ഞെങ്കിൽ അവരുറങ്ങുമല്ല, അവർ സജീവരാ. അറ്റ്ലീസ്റ്റ് അവരുടെ ജീവിതചര്യയെ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അവരുമായിട്ടുള്ള ബന്ധത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകളൊന്ന് ഏറ്റുപറയാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഇച്ചരൂടി അപ്പച്ച അമ്മച്ചി എനിക്ക് അല്പം കൂടെ കരുതാമായിരുന്നു, അവരുടെ വില മനസ്സിലാക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എൻ്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ, അവർക്ക് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഭാരം അനുഭവിക്കേണ്ട വരത്തില്ലായിരുന്നു. എൻ്റെ ദുഃഖത്തിലൊന്ന് ഓടിച്ചെല്ലാമായിരുന്നു. വിദേശത്തു നിന്നൊക്കെ വരുന്നവർ തന്നെ ചിന്തിച്ചോണം, നിങ്ങളൊക്കെ ഒരു കാലത്ത് വരുമ്പോൾ നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ നിങ്ങളെ കാത്തിരിക്കുമായിരുന്നു. അവർക്ക് നിങ്ങൾക്ക് തന്നുവിടുവാൻ വലിയ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും കപ്പ വെട്ടിപ്പറക്കി അത് ഉണങ്ങിയെടുത്ത് വെച്ചേക്കുമായിരുന്നു, മാങ്ങ ചെത്തി അത് ഉണക്കി വെച്ചേക്കുമായിരുന്നു, അരി റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു, തേങ്ങ പൂളി കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നോക്കാതെ ഉണങ്ങി അത് ആട്ടി വെളിച്ചെണ്ണയാക്കി വെച്ചേക്കുമായിരുന്നു. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല പൊതി കെട്ടി തരുമായിരുന്നു. ഇന്ന് വരുമ്പോൾ വിളിക്കാൻ വരാനും ആരുമില്ല, കൊണ്ടുവിടാനും ആരുമില്ല. നാട്ടിൽ വരുമ്പോൾ എന്തേലും കിട്ടിയില്ലെങ്കിൽ അതുവരെ കൊടുത്തതുപോലും ഓർക്കാത്ത ഒരു കൂട്ടം ബന്ധുജനങ്ങൾ. അവിടെ പോയി കിടന്ന് നിങ്ങളങ്ങ് വാരി വലിച്ചെടുക്കുകയാണെന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ സ്വർണവും വെള്ളിയുമൊക്കെ കളഞ്ഞു കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അവിടെ ആയിരിക്കുമ്പോൾ, വിദേശങ്ങളിലായിരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഞാൻ നേരിട്ട് പോയി കണ്ടതുകൊണ്ട് അറിയാം. കയറി കിടക്കാൻ നല്ല സ്ഥലമില്ലാതെ ഒരു BHK റൂമിൽ ഭാര്യയും ഭർത്താവും 2 പിള്ളേരും കഴിയുന്ന വളരെ ബുദ്ധിമുട്ടേറിയ അവസ്ഥ. AC ഇല്ലാതെ ഓപ്പൺ സൈറ്റിൽ പണി ചെയ്യാൻ വിധിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ അവസ്ഥ. വലിയ ബിൽഡിങ്ങുകളുടെ മണ്ടയ്ക്ക് പല്ലിയെപ്പോലെ വലിഞ്ഞു കയറി പാറ്റയേക്കാൾ ദുരിതമേറിയ അനുഭവത്തോടെ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ. ഇതൊക്കെ നേരിട്ട് കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓർത്തോണം പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണ നിങ്ങളോടൊപ്പമുണ്ട്. വലിയ 1000കണക്കിന് അടി ഉയരമുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നട്രാവേലത്ത് നിങ്ങൾ പെയിൻ്റ് അടിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റു വർക്കുകൾ ചെയ്യുമ്പോൾ, ആ സമയത്ത് ഓർത്തോണം, താഴോട്ട് നോക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല. എൻ്റെ ദൈവമേ, എൻ്റെ പൂർവികരെ നടത്തിയ ദൈവമാണ് നീ. അവർക്ക് ഈ ലോകമൊന്നും കാണാൻ അവസരം കിട്ടിയിട്ടില്ല. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി അവരും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ലോകം ഇന്നും പറഞ്ഞിട്ടില്ല, അയ്യോ അവരൊത്തിരി കഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മകനെ, നീ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഇന്ന് പറയാൻ ആരുമില്ല. ഒന്നുമല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാർക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവരുടെ കഷ്ടപ്പാടിനെ ചേർന്ന് കഷ്ടപ്പെടാൻ ജീവിത പങ്കാളികളും നിങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ കഷ്ടപ്പാടിനോട് ചേർന്ന് കരയാനോ കഷ്ടപ്പെടാനോ ഇന്ന് ആരുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് പലപ്പോഴും. അതുകൊണ്ട് ഓർത്തോ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. തലമുറയായ ദൈവത്തിൻ്റെ ഒരു കരുണയുണ്ട്. നിങ്ങളെക്കുറിച്ചൊരു വലിയ ഹൃദയവിചാരമുണ്ട്. അതുകൊണ്ട് ബഹുമാനിക്കേണ്ട പൂർവികരെ ബഹുമാനിച്ചോണം. ഈ തലമുറയുടെ നൊമ്പരത്തെ ആഴത്തിൽ മനസ്സിലായിക്കൊള്ളണം. ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഒന്ന് കുഞ്ഞിനെ മാറിക്കൊടുക്കാൻ പോലും ആളുകളില്ല.
ജോലി ചെയ്ത് വന്നിട്ട് ആഹാരം വെക്കേണ്ട അവസ്ഥ, പിഞ്ചു കുഞ്ഞിനെ അടുത്ത് കിടത്തിക്കൊണ്ട് തല പൊട്ടിപ്പൊളിക്കുന്ന വേദനയോടെ ലാപ്ടോപ്പിനും കമ്പ്യൂട്ടറിനും മുൻപിലിരുന്ന് ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവരുടെ അവസ്ഥ, ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും തെള്ളിപ്പിടിച്ച് മെട്രോ ട്രെയിനുകളിലും മറ്റും കയറി യാത്ര ചെയ്തു വരുന്നവരുടെ അവസ്ഥ, ഇതൊക്കെ വിശദീകരിക്കാൻ പോയാൽ അന്തമില്ല പ്രിയമുള്ളവരെ. പക്ഷെ എന്നാലും ദൈവത്തിൻ്റെ ഹൃദയവിചാരമുണ്ട്. ദൈവം നിങ്ങളെ മറക്കത്തില്ല. ആരെങ്കിലും പൂർവികരൊരു നന്മ ചെയ്താൽ അതിൻ്റെ ഫലം നിങ്ങൾക്കും കിട്ടും. അതുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്ത് നിങ്ങളുടെ തലമുറയ്ക്ക് ഒരു വെളിച്ചമായി തീരുവാൻ ഇടയായിത്തീരണം. വീണ്ടും പറയുന്നു, യഹോവ ദൈവമായിരിക്കുന്ന ജനതയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതാകുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജനതയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതാകുന്നു. ഈ ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും ഒരു പുതിയ തലമാണ് പറയുന്നത്. യഹോവ ദൈവമായിരിക്കുന്ന ജനത, അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനം, അവർ ഭാഗ്യമുള്ളതാകുന്നു. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയും, ഞാൻ ഇത്ര നേരം പ്രാർത്ഥിച്ചു, ഇത്ര നേരം വേദപുസ്തകം വായിച്ചു. പക്ഷേ അതിനേക്കാളൊക്കെ ഒന്ന് ആലോചിച്ചു, ഇത്ര സ്നേഹവാനായൊരു ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നടത്തുന്നു. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ ആയിക്കോളും, നിങ്ങൾ സർവേശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ, സർവശക്തനെ വിളിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ, എടാ വലിയ ആകാശത്തെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ച ദൂതന്മാരാരാധിക്കാനുള്ള ദൈവത്തെ ഈ മൺമേനായി ഞാൻ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക, വിളിക്കുക, എൻ്റെ ദൈവമേ എന്ന് പറയുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രി വലിയ ആളാണ്, എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എൻ്റെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ട്, നമ്മളുടെ അധ്യാപകരുണ്ട്, വലിയ സമ്പന്നന്മാരുണ്ട്, അവരെ നമുക്ക് പിതാവേ എന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ എപ്പോഴാണ് അതിൻ്റെ പിതാവായതെന്ന് ചോദിക്കുന്ന, മാതാവായതെന്ന് ചോദിക്കുന്ന ലോകമാണ് നമ്മുടെ മുൻപാകെയുള്ളത്. എന്നാൽ എല്ലാവർക്കും സമ്പന്നനും വിളിക്കാം, ദരിദ്രനും വിളിക്കാം, ഇനി ജനിക്കാൻ പോകുന്നവനും വിളിക്കാം, പൊടിക്കുഞ്ഞിനും വിളിക്കാം, എൻ്റെ ദൈവമേ എന്ന് ആർക്കും വിളിക്കാം. അതായത് ഇത്ര വലിയൊരു ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു അനുഭവം, ഒന്നുമില്ലായെങ്കിലും അപ്പ എന്ന് വിളിക്കാൻ പറ്റുന്നൊരു ഭാഗ്യം. നമ്മൾ ഓർത്തോണം, ഈ പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം ചെലവഴിക്കുക, നൊയമ്പെടുക്കുക എന്ന് പറയുന്നത് ഒന്നും അത്ഭുതമല്ല. വ്രതമെടുക്കുക എന്ന് പറയുന്ന ഒരു അത്ഭുതമല്ല. ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കോടാനുകോടി ദൂതന്മാരുള്ളപ്പോൾ നമ്മളുടെ സ്തുതി എന്തിനാ ദൈവത്തിന്? പക്ഷേ ദൂതന്മാരുടെ സ്തുതിഗീതങ്ങളെക്കാൾ നമ്മളുടെ സ്തുതി ദൈവത്തിന് ഇഷ്ടമാണ്. എൻ്റെ ദൈവമേ എന്നൊന്ന് വിളിക്കുമ്പോഴത്തേക്ക്, എൻ്റെ അപ്പച്ച, എൻ്റെ അപ്പ എന്ന് വിളിക്കുമ്പോൾ ദൈവം ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. അപ്പനായും അമ്മയായും എല്ലാ പ്രിയപ്പെട്ടവരായും നമ്മൾ ദൈവത്തെ കാണണം. ദൈവത്തിൽ പൂർവികരും ജനിക്കാനുള്ളവരുമുണ്ടെന്നുള്ളൊരു ചിന്ത ഓർത്തുകൊള്ളണം. നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ 2-3 പേര് മാത്രമല്ല, ഒരു വലിയ വിഭാഗം, ഒരു വലിയ കൂട്ടം നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെന്നുള്ളത് ചിന്തിച്ചുകൊള്ളണം. അതുകൊണ്ട് ഓർത്തോണം, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളതാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, സർവശക്തനായ ദൈവത്തെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് ആരാധിക്കുന്ന ഒരു കൂട്ടമായി നിങ്ങളും ഞാനുമായി തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭാഗ്യമാണ്. വലിയ വീടും കൂടും ഇല്ലെങ്കിലും നമുക്ക് ഭാഗ്യമാണ്. അതാ പിതാക്കന്മാർ പഠിപ്പിക്കുന്ന, സങ്കീർത്തനക്കാരൻ പറയുന്നത് അതാ, യഹോവ ദൈവമായിരിക്കുന്ന ജനം, അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനം, അത് ഭാഗ്യമുള്ളതാണ്. ദൈവം എന്നെയും നിങ്ങളെയും ഒക്കെ തൻ്റെ ജനമായി അവകാശമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. യഹൂദൻ അവൻ്റെ പാരമ്പര്യപ്രകാരം അവൻ്റെ ദൈവമായി താൻ തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചെങ്കിൽ അതിനേക്കാളൊക്കെ ആഴത്തിൽ ഓർത്തോണം, യഹൂദനപ്പുറമായി നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ദൈവം തിരഞ്ഞെടുത്തില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. ദൈവം കരുണ കാണിച്ചില്ലെങ്കിൽ നമ്മൾ നിലനിൽക്കത്തില്ലായിരുന്നു. പോകുന്ന വഴിത്താരകളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ എന്നോടും നിങ്ങളോടൊപ്പമുണ്ട്. ദൈവത്തിൻ്റെ വാത്സല്യം നമ്മളോടൊപ്പമുണ്ട്. ആ വാത്സല്യത്തിൻ്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കണം. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ, ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ, ഹല്ലേലൂയ പാടും ഞാൻ. അതെ, ദൈവം വലിയവനാണ്, ദൈവം കരുണാസമ്പന്നനാണ്. ആ കരുണാസമ്പന്നനായിരിക്കുന്ന ദൈവം
ദൈവമായിരിക്കുന്ന ജനം. അപ്പം നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് കേട്ടോ. നമുക്കൊരു ഐഡൻറ്റിറ്റിയും ഇല്ല. ചിലപ്പോൾ പറയാറുണ്ടോ എൻ്റെ കുടുംബം ഏതായിരിക്കും, പറയാൻ പറ്റത്തില്ല. എൻ്റെ അപ്പൻ ഇന്ന ആൾ, എൻ്റെ അമ്മ ഇന്ന ആൾ. കർത്താവിനെക്കുറിച്ച് പറഞ്ഞില്ലയോ, നിൻ്റെ അപ്പൻ ജോസഫ് എന്നവനല്ലയോ, അമ്മ മറിയ എന്നവളല്ലേ, എന്ത് നിന്നയായിട്ടാ, ദുഷ്യായിട്ടാ, അവളെ മോശമായിട്ടാ എന്നവളല്ലേ, ആ കൊളരുതാത്തവളല്ലേ. നിൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, യൂദേ, ശിമോൻ, ഇവർ ഞങ്ങളോടൊപ്പം ഇല്ലേ? ഒരു ബഹുമാനമില്ലാതെ ആ സമൂഹം അന്ന് കർത്താവിനെ കളിയാക്കിയത്. കർത്താവിനറിയാം പ്രിയമുള്ളവരെ, നമ്മളുടെ കുടുംബത്തെക്കുറിച്ചോ നമ്മളുടെ സംസ്കാരത്തെക്കുറിച്ചോ നമ്മളുടെ പൂർവികരെക്കുറിച്ചോ, നീ ഏത് കുടുംബത്തിൽ ജനിച്ചവനാണ്, നിനക്ക് പണമുണ്ടോ, നല്ല പാരമ്പര്യമുണ്ടോ എന്നൊക്കെ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, എനിക്കൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടവനാണ്. ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇല്ലായ്മയിലൂടെ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും ഓർത്തോണം, യഹോവ ദൈവമായിരിക്കുന്ന ജനമാണ്. അത് ഭാഗ്യമുള്ളതാ. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം, പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടേണം. അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ അനന്തായുഗം വാണിടും നാം. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.